കർക്കിടക മാസം 8-ാം ദിവസം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. കർണാമൃതം തവ നാമമാകാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞതോ ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മിതയാരങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം ഉള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രമം ചോരന്മാരോട് കൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നിൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തം ദുഷ്ടനാമെന്നതും വിദ്യുതം നിർജ്ജനെ ഘോരമഹാവനെ ദൃഷ്ട്വാ സംരംഭെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു. തുഷ്ട്യാ മുനിവരന്മാരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോട് ഇഷ്ടം അധീയം പറഞ്ഞ് നിർവാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷത്രിപ്രപീഡിതന്മാരായി ഇരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോട് ഗ്രഹിച്ചിടണമേതാനും. ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളും നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർഞ്ഞ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്ടകർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മേൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കണോ? സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനതു കേട്ടു ജാത നിർവേദനായി. മാനസേ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താവേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യത്വബോധനംഗമകേതുകൾ ശുദ്ധമായി വന്ദിതെന്നന്തഃകരണവും ത്യക്ത്വാ ധനുഷമാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധോ. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന രക്ഷിച്ചുകൊള്ളേണം. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദുഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവസ്തു മേ. സത്യഫലം വരും സജ്ജന സംഘമായി വിദ്വജ്ജനാനം മഹത്വമോദോരണം. ഇന്നു തന്നെ തരുന്നുണ്ടോ രൂപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ
ധന്യതപോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാതമനാവിവൻ ദിവ്യജനത്താരുപേക്ഷനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം മരാമരേത്യവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപതാഗമിച്ചിടിനാർ നത്വാ വരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരും എന്നെഴുന്നള്ളിനാർ കോപിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടുന്നു ആശുനാഗതുരാൽ വാൽമീകമത്യതോ നിന്നു ജനിക്കയാൽ ആ മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാപ്നായ വേദിയായി ബ്രഹ്മജ്ഞനാകമി എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി പറഞ്ഞമഞ്ഞിടിനേൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുത കാൺമതിനവകാശവും തന്നിതെനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണത്രിപുണ കുലപതേ സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ ചൊന്നാലും എന്നെഴുന്നള്ളിനാനന്ദികെ ചേർന്നുള്ള ശിഷ്യപരിപ്രദനാം മുനി ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായോര ഉടജം തീർത്തുമാ മുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാഖയും നിർമ്മിച്ചിവിടെ ഇരിക്കുന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മന മരുവേടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശാം ചെന്നയോധ്യ പുക്കീടിനാൻ വസ്ത്രേണ വക്തം വിവച്ചാദ്യ കണ്ണൂരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നിർവനെ വണങ്ങിനാൻ ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജോക്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നിർവോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതി പാപിയാം എന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാ രാമ ആ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനെ ബാലേ മിഥിലജെ ദുഃഖം നുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാണെനി തികഞ്ഞരിപ്പാനും ദുഷ്കൃതിയാവിൻ അരികത്തിരിപ്പാനും
മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടുര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയൻ തവാജ്ഞയാ ശൃംഗിവേരാക്യ പുനർസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമനോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടെ താതനോടും അല്ലലിലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം. സൗഖ്യമായൊധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു. ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതിഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സകൽഗതം ശ്വശ്രുപ്രദേശു സാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്തം നിവർത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൽ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപി എന്തു പിഴച്ചതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തോരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നാരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായ നീ ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പു ഉരുക്കി ചമയ്ക്കായിക വല്ലവേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ സാക്ഷാൽ തവ സിദ്ധികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനീതീരെ വനാന്തരേ മാനസേ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടി വിട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർകൊരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോട് മുക്കും വിധോ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കയിൽ ആപോകമിത് ചിന്തിച്ചുടൻ നാദവേദിനം സായകം സന്തായ ചാവേ ദൃഢമയച്ചിടിനേൻ. ആഹാ അതോസ്മ്യകം ആഹാ അതോസ്മ്യകം ആ മക ഏതി കേട്ടതു മാനുഷവാക്യവും ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല. കേനവഹന്ത ഹതോകം വിദേവൃത പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കുതാകിക്കയാൽ ഇത്തരം നർത്യനാദം കേട്ടു ഞാനതിത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമി ദശരഥനായ രാജാവു ഞാൻ അപരാധീനം ക്ഷമിക്ക വേണമേ. സ്വാമി ദശരഥനായ രാജാവു ഞാൻ അപരാധീനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേ നദി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു
ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ, കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ, ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ, ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു, നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ, ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്കാം, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടായിലു, നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും, ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു, പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്കു വിശന്നുദാഹിച്ചകോ. വർത്തിക്കുമൻ ഞങ്ങൾക്ക് തണ്ണീർക്കു പോയൊരു പുത്രനു ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും, മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസ ധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം നരീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും, വൈകുണ്ഠവാൻ വൈകുവാൻ എന്തു മൂലം നമ നന്ദന. വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകന്നി ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം, പുത്രനല്ല അയോധ്യാധിപരാകിയ പൃഥ്വിവീരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രോവനാന്തേ മൃഗയാ വിവശനായി, ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്യു നീരകം ദുഃഖ ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനത് മൂലം അവനു എന്നോട് ചൊല്ലിയിടിനാൻ, കർമ്മമത്രേ മമ വന്നത് ദൂതവ, ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ ദുഃഖു പർണശാലാന്തേ, വിശന്നുദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കും തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. ഞാനുതേട്ടുടറ്റോട് വന്നേനിനി, ജ്ഞാനികളുടും നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയെ മറ്റില്ല, പാപിയോരടിയൻ അവലംബനം. ജന്തുവിഷയ കൃപാവരന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ. നിങ്ങളിത്തമാകർണ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാകന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ, നീയിനി നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം. പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധത്തബോധന അന്നേരം എന്നോടും പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതും താപസവാക്യം അസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലപിച്ചു, പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ കാകാഗുണാംബുദേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു
കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാദശരഥൻ പുക്കു സുരാലയം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ദുഃഖിച്ചു രാജനാരീ ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോടും ഉളറി സംഭ്രമമന്തപുരമകം പുക്കരുളി ചെയ്തു. തൈലമയത്തോണി തന്നിലാക്കുധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചെന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടം കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകം പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേകാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതിവിത്തുതം ചെന്നു പറ്റൊൽക നയച്ചേടിനാൻ. സത്വരം കേകയ രാജ്യമകം പുക്കു നത്വാ യുധാജിത്തിനോടു ചൊല്ലിയിടിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതനെ എത്രമേ വൈകാതെ അയോധ്യക്കയക്കുന്നു ദൂതവാക്യം കേട്ട നേരം നരാധീപൻ ബാലകന്മാരോടു പോകന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും പ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി പുക്കു സന്തോഷവർദ്ധിതം ശബ്ദഗീനം തഥാ പൃഷ്ടലക്ഷ്മീകം ജനോദ്ഭാതവർജിതം. ദൃഷ്ട്വാ വിഗതോത്സവം രാജമെന്തിതം തേജോവീനമകം പുക്കിതു ചെന്നു രാജകേകം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടനാരംതികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉത്തായ ഗാഠമാലിംഗമടിയിൽ വെച്ചുത്തമാങ്കെ മുകർനാശു ചോദിച്ചിതു. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തിനുത്തരമാശു ഭരതനും ചൊല്ലിനാർ. ഖേദമുണ്ടച്ഛനെ കാണാനെനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ. താപവും ഭീതിയും മൽപിതാവെന്നു പറയുന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോ വാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നു കേട്ടൊരു ഭരതനും ക്ഷോണീതലേ ദുഃഖ വിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ എത്രയും. ആ താത ദുഃഖസമുദ്രേ നിമജ്ജമാമേതൊരു ദിക്കിന്നു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങ് പോയിക്കൊണ്ടു പിതാവേ ഉണർന്നിതേ. ഞങ്ങൾക്കുമാരുടെയോരിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്നതു നേരത്തും ഉത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിംബലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകന്യ ഭരതനും ഖേദപരവശ ചേതസ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്വ മാതാവേ. ആ രാമ രാമ
കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസ്തുതേതി പുനഃപുനമാതുരനായി വിലപിച്ചു മരിച്ചതും താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടുവരം നമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിവൻ തന്നോടിതു കാലമർത്തിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകീദേവി പാതിവൃത്യമാലംബ്യ ഭർത്താസമംഗമിച്ചിടിനാളാശു സൗമിത്രിയും രാധാവിനോട് കൂടെ പോയാൻ. താതനവരെ നനച്ചു വിലപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം ദുഃഖാനറിയുന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയും ആകന്ത ശോകത്തിനെന്തോരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ ആദരം. ക്രോധാക്തി തന്നിൽ ദഹിച്ചു അമ്മയത്നാദി പൂണ്ടിയിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചതൊരു പുണ്യമില്ലാത്ത മഹാഭാവി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു അഗ്നിയിൽ വീണു മരിപ്പനല്ലാകിലോ. കാളകൂടം കുടിച്ചിടുവനല്ലാകിൽ വാളെടുത്താച്ചു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിനും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം ബുക്കാൻ. പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും തുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിധീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചതന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർഭയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകാൻ ഇതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിനാർ കൈകേയിയാകിയ മാതാവു. മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ്. ഞാൻ അറിഞ്ഞത്ര ഏതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മയെ പൂജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ. ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാര കഥ കേട്ടു. വസിഷ്ഠമുനീന്ദ്രനും
മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീരവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനദക്ഷിണയും മുതാ ദത്വാ ത്രിവിഷ്ടവം ഗത്വാ യഥാ സുഖം ലബ്ധ്വാ പുരന്തരാർത്ഥ ആസനം ദുർലഭം വൃത്രാരിമുഖ്യത്രശൗകവന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയനാദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാധീനൻ ജഗൽക്കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തി വിരോധികം ശുദ്ധിവിഹീനം പവിത്രമില്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിംഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതമായാൽ അതി മൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടൂർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതോ നിത്യമായുള്ളൊരു ശാന്തി അറിയ നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദിവസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമേ സ്വവേദമെന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ടകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിത്തപാഗ്രാല ബിന്ദുവാൽ സമ്പതിച്ചിടുമായി സത്വരം കമ്പിത പത്രാഗ്നലഗ്നാം ബിന്ദുവിൽ സംധരിച്ചിടുമായി സദാശ്വരം പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമം ദേഹിക്കു ദേഹം പുനരവി ജീർണവസ്തുക്കൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം വസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവശത്തിനു മൂലമിവർക്ക് അഭേദങ്ങൾ അറിക നീ ദുഃഖത്തിനെന്തോരു കാരണം ചൊല്ലു നീ മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മനെ ചിന്തിക്ക ഷഡ്ഭാവവുമില്ല നിത്യൻ ആനന്ദ സ്വരൂപൻ നിരാകുലൻ നിത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായി അറിഞ്ഞു ദുഃഖങ്ങളും ഇത്തമാന അനാരദം ചിന്തിച്ചു ചിന്തിച്ചു വിത്തെ ദൃഢമായി അറിഞ്ഞു ദുഃഖങ്ങളും തെക്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.